ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് 40 km/h വേഗതയിലും തിരിച്ച് വൈയിൽ നിന്നും എക്സിലേക്ക് 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കാണാനായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2ab / a+b ആണ്. ഇവിടെ തന്നിട്ടുള്ളതിൽ ദൂരങ്ങൾ എന്ന് പറയുന്നത് 40 km/h വേഗതയും 60 km/h. അപ്പോൾ ഇക്വേഷൻ പ്രകാരം 2 × 40 × 60 / 40 + 60. അപ്പോൾ എന്ന് പറയുമ്പോൾ 2 × 40 × 60 / 100 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 48 km/h ആണ്. അതായത് ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴുള്ള ശരാശരി വേഗത കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2ab / a+b.